ഹലോ നമസ്കാരം എല്ലാവർക്കും കവീസ് കിച്ചൻ പാർട്ണറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്നാക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ബ്രെഡും ചിക്കനും നമുക്ക് രണ്ടും കൂടി കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു സ്നാക്സാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ ചിക്കൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിച്ചിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണിത്. അതുപോലെ തന്നെ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, അതുപോലെ തന്നെ ഇതുണ്ടാക്കാൻ ആവശ്യമായിട്ട് ബ്രെഡ് ക്രംസാണിത്. ബ്രെഡ് ക്രംസിൽ യെല്ലോ ബ്രെഡ് ക്രംസാണ്. ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ, നമ്മൾ സാധാരണ ബ്രെഡ് ക്രംസ് ഉണ്ടാകുമ്പോൾ ബ്രെഡ് പൊടിക്കുന്ന സമയത്ത് കുറച്ച് ഒരു നുള്ള് കളറ്, അതായത് യെല്ലോ കളർ ഉണ്ടെങ്കിൽ യെല്ലോ കളർ ചേർക്കാം. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് കേട്ടോ പൊടിച്ച് വെച്ചിരിക്കുന്നത്. കളറില്ലെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് ഒരു നുള്ളോ അല്ലെങ്കിൽ 2 നുള്ളോ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് പൊടിച്ചെടുത്താലും ഇങ്ങനെ യെല്ലോ കളർ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ സ്നാക്സ് തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്കുള്ള സ്നാക്കിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിൽ കുറച്ച് നെയ്യ്, 2 സ്പൂണോളം നെയ്യാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. നമ്മുടെ വീട്ടിൽ ചിക്കനൊക്കെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എല്ലില്ലാത്ത പീസ് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചെയ്ത് എടുക്കാം കേട്ടോ. പിന്നെ ഇതിൽ മാത്രമല്ല, ഇതിൽ സോസും ചേർക്കണ കാരണം കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടാവുന്ന ഒരു സ്നാക്കാണിത്. സവാള നന്നായി കുറച്ച് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 സ്പൂണോളം കുരുമുളക് പൊടി കേട്ടോ. കുരുമുളക് പൊടി 1/2 സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. ഇത് ഒന്ന് ചെറുതായി ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ഇത് ഇട്ട് കൊടുക്കുകയാണേ. ചിക്കനും ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ചിക്കൻ ഞാൻ ഓൾറെഡി ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ട് ക്രഷ് ചെയ്ത് വെച്ചതാട്ടോ. അപ്പോൾ ഉപ്പ് ഇതിലുണ്ട്, എന്നാലും ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ട് യോജിച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് സോസ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പായാലും മതി, നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം. ചെറുതായി ഒന്ന് ചൂടായിട്ട് വരണം. ഇതിലേക്ക് ഞാൻ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോസ് കൂടുതലാവാൻ പാടില്ല, ചെറുതൊരു മധുരം ഉണ്ടായാൽ മതി. സോസും കൂടി ചേർത്ത് പിന്നെ നമുക്കിതിലേക്ക് ഉപ്പ് ആവശ്യമാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് നോക്കിയിട്ട് ചേർക്കാം കേട്ടോ. നമ്മുടെ ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്കിലേക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡാണ് വേണ്ടത്. അപ്പോൾ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ബ്രെഡാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ബ്രെഡ് വെച്ച ശേഷം നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇതിൻ്റെ മിഡിലായിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ചിട്ടാൽ മതി കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിന് മുകളിലേക്കായിട്ട് മറ്റൊരു ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഗ്ലാസിൻ്റെ ഇങ്ങനെ ചില്ല് ഉള്ള കപ്പ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക്, ഇങ്ങനെയുള്ള ഗ്ലാസ്സാണ് നല്ലത്. സ്റ്റീൽ ഗ്ലാസ്സിനേക്കാളും നല്ലത് ഇങ്ങനെയുള്ള ഉടയുന്ന ഗ്ലാസ്സാണ്. ഇത് ആ മിഡിൽ പോർഷനിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിനെ അമർത്തി കൊടുക്കാം. ഇത് അമിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എങ്ങനെ കിട്ടുക, അത് നമ്മൾ ഇതിൽ നിന്ന് വെടിയിച്ചെടുക്കാം. കണ്ടോ, ഇങ്ങനെയാണ് ഈ സ്നാക്സ് കിട്ടുക. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വെച്ച ഫില്ലിങ് പുറത്തേക്കൊന്നും വരില്ല. ഇത് ഓൾറെഡി ഇങ്ങനെ മൂടിയിട്ടുണ്ടാകും. ഈ ഗ്ലാസ് വെച്ചിട്ട് ചെയ്യാൻ പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ. കണ്ടോ, ഇതുപോലെ ഓരോന്നും ഉണ്ടാക്കിയെടുക്കണം.
അടുത്തൊരെണ്ണം ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഇങ്ങനെ കിട്ടും. കണ്ടോ, ഇത് പൊട്ടിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ബ്രെഡ് കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഏതെങ്കിലും ഭാഗത്ത് ഒട്ടിയില്ലെങ്കിൽ തന്നെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അത് ഒട്ടിക്കോളും. ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒട്ടിക്കുക. ഇപ്പോൾ ഓൾറെഡി ഒട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ബ്രെഡും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ബാക്കി വന്ന ബ്രെഡ് നമ്മളിത് ഉണ്ടാക്കിയ ശേഷം ബാക്കി വന്ന ബ്രെഡ് പൊടിച്ചെടുത്താണ്. പൊടിക്കുന്ന സമയത്ത് അതിൽ കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു യെല്ലോയിഷ് കളർ കിട്ടും. ഇപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓരോന്നും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാതും ഇട്ട് കൊടുക്കണേ. ഫ്രൈ ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ആ കളർ എന്തെങ്കിലും നമുക്ക് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയത്തിലിട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. തീ കൂട്ടേണ്ട ആവശ്യമില്ല. നമ്മുടെ അടിപൊളി സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എടുക്കാം കേട്ടോ. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അടിപൊളി സ്നാക്സാണ്. നല്ല ക്രിസ്പിനെസ് ആയിട്ടുള്ള സ്നാക്സാണ്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സ്നാക്സാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.